അപ്പോൾ നമ്മൾ ഗേസ് ഇത് നമ്മൾ ഊരിയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മളിവിടെയൊക്കെ സാധാരണ ഗ്രീസ് ഇടാറിൻ്റെ എടുത്ത് വരെ നോക്കുക. അപ്പോൾ ഗേസ് നമുക്ക് കാണുന്നുണ്ട്, ഇതാ ഇവിടെ കണ്ടോ ഒരു അള്ളി പൊട്ടി കിടക്കുന്നുണ്ട്. നിങ്ങൾ ക്യാമറയിൽ എത്രത്തോളം വ്യക്തമാവുമെന്ന് അറിയില്ല. ഞാനിവിടെ കൈകൊണ്ട് തടഞ്ഞപ്പോൾ ഇതിക്കണ ഒരു അള്ളി പൊട്ടി കിടക്കുന്നുണ്ട്. അതായത് നല്ലവണ്ണം ശ്രദ്ധിക്കണില്ല, ഞാൻ കൈ മുറിയും. നമുക്ക് കേബിൾ ഇതാ ഇവിടെയാണ് പൊട്ടി കിടക്കുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ കേബിൾ അങ്ങ് ചേഞ്ച് ചെയ്യണം. കോഴിക്കോട് ഓട്ടോറിക്ഷ ട്രാവൽ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നത്, ചെറിയ ടിപ്സുമായിട്ടാണ്. നമുക്കറിയാം, നമ്മൾ ഓട്ടത്തിൽ വാഹനങ്ങൾ പല സ്ഥലങ്ങളിലും ഓട്ടത്തിൽ വാഹനം നിന്ന് പോകാറുണ്ട്. ചിലപ്പം കേബിൾ പൊട്ടാറുണ്ട്, അല്ലെങ്കിൽ പഞ്ചറാവാറുണ്ട്, അല്ലാതെ എൻജിൻ സംബന്ധമായിട്ടുള്ള വല്ല കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. അങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ വളരെയധികം കഷ്ടപ്പെടും. ഒരു കേബിളൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 50% ആളുകൾക്ക് പോലും കേബിൾ ചേഞ്ച് ചെയ്യാൻ അറിയില്ല. ഇനി അഥവാ ചേഞ്ച് ചെയ്യാൻ അറിയെങ്കിലും അധികം ആളുകൾ കേബിൾ കൊണ്ട് നടക്കാറില്ല. സാധാരണ നമ്മൾ ഒരു ഫുൾ ടൈം ഓടുന്ന ഡ്രൈവറാണെങ്കിൽ അത്യാവശ്യം ഗിയർ കേബിൾ അങ്ങനത്തെ കേബിളുകൾ നമ്മൾ എന്തായാലും കൈകളിൽ വെക്കാറുണ്ട്. അപ്പോൾ ചില ആളുകൾ അത് വെക്കാറില്ല. അപ്പോൾ വെക്കാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കേബിൾ തിരഞ്ഞു പോയിട്ട് വർക്ക്ഷോപ്പ് പോകണം. ചിലപ്പോൾ ആ ഏരിയയിൽ ഒരു വർക്ക്ഷോപ്പ് പോലും ഉണ്ടാവില്ല. ചിലപ്പോൾ മറ്റുള്ള സുഹൃത്തുക്കൾ ചോദിച്ചാൽ കിട്ടാറില്ല. രാത്രി സമയങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ നേരം വെളുക്കുന്നവരെ ഒന്നുകിൽ വാഹനത്തിൻ്റെ അടുത്ത് നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ വാഹനം നമ്മൾ എവിടെയെങ്കിലും സൈഡാക്കി നമ്മൾ എങ്ങനെയെങ്കിലും വീട്ടിലെത്താനുള്ള വകുപ്പ് നോക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സംഭവമാണ് നമ്മൾ ഗിയർ കേബിൾ പൊട്ടാറ്. ഗിയർ കേബിൾ പൊട്ടിയാൽ പോലും നമുക്ക് വാഹനങ്ങൾക്ക് നല്ല പതുക്കെ നമുക്ക് ഏതെങ്കിലും ഒരു ഗിയറിലോ ബാക്കിലാക്കിയിട്ടൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ കഴിയും. എന്നിരുന്നാലും ചില ആളുകൾക്ക് ഇപ്പോഴും അതിനെപ്പറ്റി അറിയാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ഈ സംഭവങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സംഭവമാണ് കേബിളുകൾ പൊട്ടാറ്. അപ്പോൾ കേബിൾ പൊട്ടിയാൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ വാഹനം വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ നമ്മളെ വീടുകളിലോ എത്തിക്കാൻ പറ്റാറുണ്ട്. ഒരു പക്ഷേ നമ്മൾ വലിയൊരു ഓട്ടം പോകുമ്പോൾ പാർട്ടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ആ ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമങ്ങളായിരിക്കും ഉണ്ടാവുക. വളരെ മാനസികമായിട്ട് വിഷമമായിരിക്കും. ചിലപ്പോൾ പിന്നീട് ആളുകൾ നമ്മളെ വാഹനം വിളിക്കണമെന്നില്ല. അപ്പോൾ അത് വരാതിരിക്കാനുള്ള പണിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുള്ള 2 ചെറിയ ട്രിക്കാണ്. അപ്പോൾ നമ്മൾ ഈ 2 ട്രിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 90% നിങ്ങൾ വാഹനം ലൈനിൽ കേബിൾ പൊട്ടി എന്ന് പറഞ്ഞൊരു കാരണത്താൽ നിങ്ങൾ ബുദ്ധിമുട്ട് ആവില്ല. അപൂർവമായിട്ട് ബാക്കി 10% മറ്റു കാര്യങ്ങളും ഈ കേബിൾ കൊണ്ട് വരും കേട്ടോ. അതായത് കേബിളിൻ്റെ നടുക്ക് പൊട്ടുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് തൽക്കാലം പ്രതിവിധി എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയെങ്കിൽ നിങ്ങൾ പറയുക. അപ്പോൾ നമ്മൾ കേബിൾ പൊട്ടാൻ സാധ്യതയുള്ള 2 സ്ഥലങ്ങളുണ്ട്. ആ 2 സ്ഥലങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗെയ്സ്, നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത് ഫ്രണ്ടിലേക്ക് വന്നിട്ട് നമ്മൾ ഹാൻഡിൽ പിടിക്കുക. എന്നിട്ട് നമ്മളിവിടെ സാധാരണമായിട്ട് തന്നെ ഇവിടെ സ്ക്രൂ ഉണ്ടാവും. ഇത് ഊരിയതിന് ശേഷം നമ്മൾക്ക് ഇത് ഓപ്പൺ ചെയ്യുക. കാരണം നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന മാതിരി തന്നെ ഗിയർ കേബിൾ എക്സിലേറ്റർ കേബിൾ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇത് ഊരാറുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മൾ ഊരുക. നമ്മൾ ഗേസ് ഇത് നമ്മൾ ഊരിയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത്, നമ്മളിവിടെയൊക്കെ സാധാരണ ഗ്രീസ് ഇടാറുണ്ട് കേട്ടോ. അത് നല്ലതാണ്, ഗ്രീസ് ഇടണം. അതുപോലെ തന്നെ നമ്മൾ കേബിളിലെ ഈ കാണുന്നുണ്ടോ അറിയില്ല, നമ്മളെ ക്യാമറൻ്റെ ക്ലാരിറ്റിക്ക് അനുസരിച്ച് ഇതാ ഈ കേബിളിലെ ഇവിടെയൊക്കെ നമ്മൾ ഈ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ നമ്മളെ ഗിയർ കേബിളിലേക്ക് ഓയിൽ വന്ന് വർക്കിംഗ് ഒക്കെ വളരെ സ്മൂത്താവും, റെസ്റ്റ് വരാതിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത്, കേബിൾ പൊട്ടിയണോന്ന് ഇടയ്ക്ക് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഗിയറിൻ്റെ ഓപ്ഷനൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുക. ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ പൊന്തി നിൽക്കും. അന്നേരം നമ്മൾ നോക്കുക ഇവിടെയൊക്കെ കേബിള് പൊട്ടിയിട്ടുണ്ടോയെന്ന്. ഈ ഭാഗത്തൊക്കെ ചെറുതായിട്ട് ഒരു കണ്ണിയൊക്കെ പൊട്ടിയാൽ നമുക്ക് അറിയാൻ കഴിയും. നമുക്ക് നോക്കാം. നമുക്കിവിടെ ക്യാമറ പിടിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണമാണ് കറക്റ്റ് വിഷ്വൽ കാണിക്കാൻ കഴിയുന്നില്ല. ഇവിടെ കേബിൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ആക്സിലേറ്റർ കേബിൾ പൊന്തിക്കുമ്പോഴും നമ്മളെ കേബിൾ ഇതിൻ്റെ നേരെ അടിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ അടിയിൽ വരുന്ന കേബിൾ, ഈ കാണുന്നതാണ് കേബിൾ. ഇത് ഞാനിവിടെ നിലവിൽ കൈ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗ്രീസ് ഒരുപാടായതുകൊണ്ടാണ് നിങ്ങൾക്ക് കാഴ്ചയിൽ വരാത്തത്. ഈ കാണുന്ന കേബിളിലെ നമ്മൾ ഇടയ്ക്ക് നമ്മളിത് ചെക്ക് ചെയ്യുന്ന സമയങ്ങളിൽ കൈകൊണ്ട് പതുക്കെ താഴോട്ടും മേലോട്ടും നോക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ മേലോട്ട് എല്ലാ വശവും ഇങ്ങനെ മേലോട്ടും താഴോട്ടും ആക്കി നോക്കുക. അപ്പോൾ അന്നേരം നമുക്ക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് നമ്മളെ കൈമല ഇവിടെ തടയും. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക് നിങ്ങൾ കൈകൊണ്ടാക്കരുത്. അങ്ങനെ ആക്കുകയാണെങ്കിൽ കൈ മുറിയാനുള്ള സാധ്യത ഉണ്ട്. അതേമാതിരി തന്നെ നമ്മൾ ആക്സിലേറ്റർ കേബിളിലും നമ്മൾ നോക്കുക. ഈ കേബിളിൻ്റെ അടിയിൽ, അതായത് ഇവിടെ ഈ നേരെ അടിയിലും ഇവിടെയൊക്കെ കേബിൾ ഒരു അള്ളിയേറ്റോ പൊട്ടിയിട്ടുണ്ടോ നോക്കുക. ഇത് പൊട്ടിയിട്ട് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ ഒരു അള്ളി പൊട്ടിക്കഴിഞ്ഞാൽ പോലും നിങ്ങൾ ഉടൻ
നിങ്ങൾ കേബിൾ മാറ്റേണ്ടതാണ്. ഇനി നമ്മൾ അടുത്തത് പിറകു വശമാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് പിറകു വശത്തേക്ക് പോയി നോക്കാം. അപ്പോൾ ഗേസ് നമ്മൾ വാഹനത്തിൻ്റെ പിറകു വശം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ കേബിൾ കിട്ടുന്ന സ്ഥലത്തേക്ക് പോകാം. അതായത് നമ്മളെ സെലക്ടറിൻ്റെ അടുത്തേക്ക്. നമ്മൾ സെലക്ടർ ഇതാണ്, സെലക്ടറിലേക്ക് കേബിൾ പോകുന്ന സ്ഥലം ഇതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെയും ഇതുപോലെ തന്നെ നമ്മൾ കൈകൊണ്ട് ഒന്ന് തടവി നോക്കാം. അപ്പോൾ ഗേസ് നമ്മൾ കൈ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കൈകൊണ്ട് തടവുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇങ്ങനെയാണ് കൈ പിടിക്കുന്നത്. അതായത് ഇങ്ങനെ ഈ വിരൽ രണ്ടും നമ്മൾ ഒരുമിച്ച് പിടിക്കണം ഒരു കേബിൾ. അതായത് ഇതൊരു കേബിളാണെങ്കിൽ ഏകദേശം വിരൽ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ മുന്നോട്ടും താഴോട്ടും എന്നുള്ള ലെവലിലാക്കുക. ആക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം, ഉദാഹരണമായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ കൈ പതുക്കെ കൊണ്ടുവന്നതിന് ശേഷം നമ്മളിങ്ങനെ ഈ സെലക്ടറിൻ്റെ അടുത്ത് വരെ നോക്കുക. അപ്പോൾ കേസ് നമുക്ക് കാണുന്നുണ്ട്, ഇവിടെ കണ്ടോ ഒരു അള്ളി പൊട്ടി കിടക്കുന്നുണ്ട്. നിങ്ങൾ ക്യാമറയിൽ എത്രത്തോളം വ്യക്തമാവുമെന്ന് അറിയില്ല. ഞാനിവിടെ കൈകൊണ്ട് തടഞ്ഞപ്പോൾ ഇരിക്കണ ഒരു അള്ളി പൊട്ടി കിടക്കുന്നുണ്ട്. അതായത് ഞാൻ ഇപ്പം ഇത് മാറ്റുകയാണെങ്കിൽ ലൈന് കുടുങ്ങാതെ നമ്മൾ രക്ഷപ്പെടും. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് നോക്കിയതാണെങ്കിൽ പോലും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഈ അള്ളി പൊട്ടിയിട്ടുണ്ട്. ഇനി ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ അടുത്ത അള്ളികളൊക്കെ പൊട്ടും. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ 2 കേബിളും ഒരുമിച്ച് അങ്ങ് മാറ്റിക്കളയണം. 2 കേബിൾ അധികം ആളുകളും മാറ്റാറില്ല. മാറ്റുമ്പോൾ ഏതായാലും ഒരുമിച്ചിട്ടാണ് നമ്മൾ മാറ്റേണ്ടത്. അപ്പോൾ ഈ കേബിൾ നമ്മൾ നോക്കുമ്പോൾ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. എന്നാലും നമ്മൾ മാറ്റുമ്പോൾ ഈ കേബിൾ കൂടി മാറ്റുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൈ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് പതുക്കെ മേലോട്ടും താഴോട്ടും കൊണ്ടുവരിക. ശ്രദ്ധിക്കണം, നല്ലവണ്ണം ശ്രദ്ധിക്കണം, ഇല്ല ഞാൻ കൈ മുറിയും. നമുക്ക് കേബിൾ ഇവിടെയാണ് പൊട്ടി കിടക്കുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ കേബിൾ അങ്ങ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടൻ വരുന്നതായിരിക്കും.